നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടുകളിൽ ദീപം കൊളുത്തുന്നത് എങ്ങനെ? ദീപം കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അല്ലയോ അഗ്നി ഭഗവാനെ, നിനക്ക് യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മമാകുന്നു എന്നാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ആ സത്യസ്വരൂപനായ പരമാത്മാവായ ദേവന് വേണ്ടിയാണ് നാം വിളക്ക് കൊളുത്തുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ കുടുംബാംഗങ്ങളിൽ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും കൈവരുന്നു. തിന്മയുടെ അന്ധകാരം നീക്കം ചെയ്ത് നന്മയുടെ വെളിച്ചം പരക്കുന്നു. എന്നാൽ അത് ഒരു ചടങ്ങ് മാത്രമായി ചെയ്യാതെ ദീപം തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് ചെയ്യുമ്പോഴാണ് ഗുണാനുഭവങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുക. മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട ഒരു നിത്യകർമ്മമാണ് ഇത്. സന്ധ്യാനേരം ആകുന്നതിന് മുന്നേ തന്നെ വീടും പരിസരവും അടിച്ച് ശുദ്ധിയാക്കിയ ശേഷം തുളസി ഇല കൊണ്ട് ശുദ്ധജലം തളിയിച്ചോ ചാണകവെള്ളം തളിയിച്ചോ സ്ഥലശുദ്ധി വരുത്തേണ്ടതാണ്. അതുപോലെ നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തെ ദോഷകരമായി ബാധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ ദിവസവും കഴുകി മിനുക്കി വൃത്തിയാക്കിയ നിലവിളക്ക് ഉപയോഗിക്കുക. ഓടുകൊണ്ട് നിർമ്മിച്ച വിളക്ക് പീഠത്തിന് മുകളിലോ തളികയിലോ വെച്ച് ദീപം തെളിയിക്കാം. നിലവിളക്കിൻ്റെ കീഴ്ഭാഗം ബ്രഹ്മാവിനെയും മധ്യഭാഗം വിഷ്ണുവിനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. മാത്രമല്ല, സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്നത് വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. നിലവിളക്കിന് മുന്നിൽ ശുദ്ധജലം നിറച്ച ഓട്ടുകിണ്ടി, പുഷ്പങ്ങൾ, കത്തിച്ച ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നതും ശ്രേയസ്കരമാണ്. സാധാരണയായി 2 തിരി കിഴക്ക് പടിഞ്ഞാറായി വെച്ച് ദീപം കൊളുത്തണം എന്നാണ് പ്രമാണം. ഏത് ദിക്കിലേക്ക് മുഖമുള്ള വീടായാലും ഇങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം. 1 തിരി മഹാവ്യാധിയെയും 2 തിരി മഹത്തായ ധനത്തെയും 3-4 തിരികൾ മോഹാലസ്യത്തെയും ദാരിദ്ര്യത്തെയും 5 തിരി മംഗളത്തെയും നൽകുന്നു എന്നാണ് പ്രമാണം. ജീർണവും മലിനവും വർണ്ണങ്ങൾ ഉള്ളതുമായ തിരി ദോഷപ്രദമാണ്. മൃഗങ്ങളുടെ രോമം കൊണ്ട് നിർമ്മിച്ച വസ്ത്രനൂലും ദോഷകരമാണ്. നിറങ്ങളൊന്നുമില്ലാത്ത വെളുത്ത നൂലുകളാണ് തിരിയായി ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമം. വിളക്കിലെ മുഴുവൻ എണ്ണയും കഴിഞ്ഞ് കരിന്തിരി കത്തുന്നത് ദോഷകരമാണ്. നെയ്യ്, എള്ളെണ്ണ, നാളികേര എണ്ണ, കടുകെണ്ണ എന്നിവ ഉപയോഗിച്ച് ദീപം തെളിയിക്കാം. നെയ്യും എള്ളെണ്ണയുമാണ് ഏറ്റവും ഉത്തമം എന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നു. ഓട്ടുവിളക്കിൽ എള്ളെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും ആ ശുദ്ധവായു കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം നൽകുകയും ചെയ്യുന്നു. 5 തിരിയാകുമ്പോൾ ആ ഊർജത്തെ വൃത്താകൃതിയിൽ സഞ്ചരിച്ച് ചുറ്റും പ്രസരിപ്പിക്കുന്നു. മാത്രമല്ല, പകലും രാത്രിയും തമ്മിലുള്ള സന്ധിയിൽ ധാരാളം വിഷാണുക്കൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ഈ വിഷാണുക്കൾ കുടുംബാംഗങ്ങളുടെ ശരീരത്തെ ബാധിക്കാതിരിക്കാനും സഹായിക്കും. പാചകം ചെയ്ത എണ്ണയോ ജലം കലർന്ന എണ്ണയോ അശുദ്ധിയുള്ള എണ്ണയോ മൃഗക്കൊഴുപ്പിൽ നിന്നുണ്ടാക്കുന്ന എണ്ണയോ ഒരു കാരണവശാലും നിലവിളക്കിൽ ഒഴിക്കരുത്. അത് ദോഷകരമാണ്. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിനും സൂര്യോദയത്തിനും തൊട്ടു മുമ്പുള്ള 1 നാഴികയ്ക്ക്, അതായത് 24 മിനിറ്റ് മുൻപ് ദീപം വയ്ക്കുകയും സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും ശേഷം 1 നാഴിക, അതായത് 24 മിനിറ്റ് വരെ ദീപം ജ്വലിച്ചു നിൽക്കണം എന്നാണ് ആചാര്യമതം. രാവിലെ കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്നും വൈകുന്നേരം പടിഞ്ഞാറ് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്നും ദീപം തെളിയിക്കണം. അസ്തമന സമയത്ത് സൂര്യൻ തൻ്റെ തേജസ് നിലവിളക്കിലേക്ക് സമർപ്പിക്കുകയും രാവിലെ ഉദിച്ചു വരുമ്പോൾ ആ തേജസ് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഗൃഹത്തിൽ പൂജാമുറിയുടെ സ്ഥാനം ഈശാനകോണായ വടക്ക് കിഴക്കോ വീടിൻ്റെ മധ്യഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ദിക്കിലോ ആകാം.
ഇനി വിളക്ക് അണക്കേണ്ട രീതിയെക്കുറിച്ച് പറയാം. ദീപജ്വാല ഊതിക്കെടുത്തരുത്, തല്ലിക്കെടുത്തരുത്, തുണി വീശിയും കൈവീശിയും കെടുത്തരുത്. അങ്ങ് പോയാലും എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദീപസമീപം സ്ഥിരമായി വച്ചിരിക്കുന്നതായ ദണ്ഡിന്റെ അഗ്രം കൊണ്ടാണ് ദീപജ്വാല അണയ്ക്കേണ്ടത്. പല ആൾക്കാരിലും ഉള്ള മറ്റൊരു പ്രശ്നമാണ്, ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ദീപം കൊളുത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്നത്. സാഹചര്യ നിമിത്തം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദിവസങ്ങളിൽ ദീപം കൊളുത്താൻ പറ്റിയില്ലെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. എന്നാൽ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പരമാവധി നിത്യവും ദീപം തെളിയിക്കാൻ ശ്രമിക്കുക. ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രദമായി മാറുക തന്നെ ചെയ്യും. വിളക്ക് വയ്ക്കുന്നത് മുടങ്ങിക്കഴിഞ്ഞാൽ പ്രായശ്ചിത്ത മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമസ്കാരം.